Good evening, my dear. So today I am here in Kalyan Silk. ഇത് ഷാർജ ക്ലോക്ക് ടവർ റോളാർ അടുത്തുള്ള ഒരു ഷോറൂമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ലാസ്റ്റ് ഫ്രൈഡേ ആണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റിയില്ല ബിക്കോസ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ലായിരുന്നു യു എയിൽ ആൻഡ് ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. ഇപ്പോഴാണ് ഞാനിത് വോയിസ് ഓവർ എഡിറ്റൊക്കെ ചെയ്തിടുന്നത്. ഇവിടെ ഞങ്ങൾ വരാനുള്ള റീസൺ മെയിൻ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. ദാറ്റ് ഐ ഹാവ് ടു ടെൽ യു. റിയലി ഇറ്റ്സ് എ ഗുഡ് നൈസ് ട്രീറ്റ് ടു അവർ സെൽഫ്. എനിക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഇവിടെ വരുമ്പോൾ. ഇവിടുത്തെ കുട്ടികളെല്ലാം മീൻസ് സ്റ്റാഫിൽ പെൺകുട്ടികളെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചിലരൊക്കെ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് വരും. പിന്നെ ഇവിടുത്തെ മെയിൽ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങളെ അറിയാം അവർക്ക് ഒരു 10-12 ഇയേഴ്സ് ആയില്ലേ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. നല്ല തിക്ക് പറ്റില്ലേ? മൂന്നെണ്ണം അല്ലേ? ഇത് 8 ഇയർ ഓൾഡ് മോനുള്ള ഒരു 3 കളേഴ്സ്. സോ ഇപ്പോൾ ഇവിടെ ആദ്യ സെയിലാണ്. ആദ്യ സെയിലിൻ്റെ സമയത്ത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ ഐറ്റംസ് കിട്ടും. ഇതിപ്പോൾ 1 മാൻ്റെ ടീഷർട്ടാണ്. ഇതിന് 15 ദിറമാണ്. മോൻ്റെ ടീഷർട്ടാണ്. അപ്പോൾ ഞാൻ മോന് ഒരെണ്ണം 3 എടുത്തു. പിന്നെ കോളർ ഇല്ലാത്തത് കൊണ്ട് അതിന് 10 ദിറംസാണ്. സോ മോൻ അതും ഒരു 10 എടുത്തെന്നാണ് പറയുന്നത്. ഹീ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ്. അവന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അവൻ സെലക്ട് ചെയ്യുവാണ്. മോക്കൊന്നും കിട്ടിയില്ല ബിക്കോസ് അവളുടെ സൈസ് ഇച്ചിരി വലുതായതുകൊണ്ട് അവൾക്കൊന്നും കിട്ടിയില്ല മോക്കിന്ന്. സോ ചേട്ടായി ഇതെൻ്റെ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. കുറേ ടീഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 മാൻ്റെ ടീഷർട്ടാണ്. 1 മാൻ ടീഷർട്ട് ഈസ് എ ബ്രാൻഡ് ആക്ച്വലി. ഐ ഹോപ്പ് എവറിബഡി നോസ് അബൌട്ട് ദിസ്. സോ പുള്ളി നോർമലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 3 ടീഷർട്ട്സ് അല്ലെങ്കിൽ ഒരു 3 ഷർട്ട് അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ, അത്രേ കിട്ടാറുള്ളൂ. ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ആദ്യ സെയിൽ ആയതുകൊണ്ട് ആൻഡ് വി ആർ കമ്മിങ് ആഫ്റ്റർ എ ലോങ് ടൈം 6 months കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നിട്ട്. അപ്പോൾ ഒരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ജോയ്, ആ ഹാപ്പിനെസ് വി ക്യാൻ സീ ഓൺ ദ എക്സിക്യൂട്ടീവ്സ് ഫേസ് ഓൾസോ. അറ്റ് ദ സെയിം ടൈം ചേട്ടായുടെ ഫേസിലും ആ ഗ്ലോ കാണാറുണ്ട്. ഭയങ്കര കളിയും ചിരിയും സംസാരമൊക്കെയാണ്. ഭയങ്കര ഹാപ്പിയാണ് പുള്ളി. പിന്നെ 1 മാൻ്റെ ടീഷർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറൊന്നും പോകത്തില്ല. നോർമലി നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ 30 ദിറംസിനാണ് ഇതിൻ്റെ ടീഷർട്ട് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യ സെയിൽ ആയതുകൊണ്ട് കോംബോ സെറ്റായിട്ട് വി ആർ ഗെറ്റിംഗ് 3 for 45 ദിറംസ്. സോ നല്ലതാണ്. നിങ്ങൾ അജ്മാനിലോ ഷാർജയിലോ അടുത്ത് എവിടെയെങ്കിലും വന്നെങ്കിൽ ഇഫ് എവറിത്തിങ് ഈസ് ഫൈൻ ഇൻ യുവർ ഏരിയ ഇവിടെ വന്ന് ഒന്ന് നോക്കുക. ഈ ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള ഷോറൂമിൽ ഞാൻ ബർദുബായിലും പിന്നെ കറാമ പിന്നെ മുബൈലിലും ഒരു ഷോറൂമുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ ടു ഗോ ദർ. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ അത്രയും സെലക്ഷൻ ഇല്ല. ആൻഡ് സെക്കൻഡ്ലി ദ സ്റ്റാഫ് ഈസ് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ല ഓക്കെ ഡോണ്ട് ബൈ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ് അങ്ങനെയല്ല. എല്ലാ സ്റ്റാഫും എനിക്ക് പേര് വരെ എല്ലാവരുടെയും പേഴ്സൺ അറിയാം. ദേ ഓൾ ആർ സോ നൈസ്. നമ്മൾ സാധനം മേടിച്ചില്ലെങ്കിലും ദേ ആർ വെരി ഹാപ്പി ആൻഡ് ദാറ്റ് മേക്സ് അസ് ടു കം അഗൈൻ ഹിയർ. അപ്പം ഞാൻ ഇവിടെ ചേട്ടായി സെലക്ട് ചെയ്ത് വെച്ചത് ഒരു 12 ടീഷർട്ട് എടുത്ത് 30 തരാം. ഓക്കെ. അങ്ങനെ അപ്പുമോൻ അവന് ഇഷ്ടമുള്ളത് അവനും എടുത്ത്. ഇതെൻ്റെ ഷർട്ട്സാണ്. 80 ദിറംസാണ് 3 പീസ്. നല്ല സോഫ്റ്റാണ്, കുറച്ച് തിക്കാണ് പക്ഷെ നല്ല സോഫ്റ്റാണ്, നല്ല മെറ്റീരിയലാണ്. സോ കളറൊന്നും പോകത്തില്ല. ദാറ്റ് ഈസ് 100% ഷുവർ. അബൌട്ട് ദിസ് ഷോറൂം ഐ ക്യാൻ ടെൽ ദ കളർ ഈസ് വെരി ഗുഡ്, ക്ലോത്ത് ഈസ് വെരി ഗുഡ്. ഇതെൻ്റെ 195ൻ്റെയാണ്. ഇത് നല്ലൊരു മെറ്റീരിയലാണ്. അതിൻ്റെ ഇന്നർ ക്ലോത്ത് സ്പെഷ്യലി ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് മോക്ക് വേണ്ടി മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സൈസ് കിട്ടിയില്ല. 38 സൈസ് വരെ ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എനിക്ക് ഈ ഒരു കളറ് ഒരുപാട് ഇഷ്ടമായി ബിക്കോസ് എൻ്റെ ആക്സസറീസും പിന്നെ ഇതിൻ്റെ പ്രൈസ് ആൻഡ് എവറിത്തിങ് ഈസ് ഗുഡ്. പക്ഷേ എൻ്റെ മോൾക്ക് അൺലക്കി, മൈ ചൈൽഡ് ഷി ഡിഡ്ന്റ് ഗെറ്റ് ദിസ്. ബട്ട് നോ പ്രോബ്ലം, നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും വരുമല്ലോ നമുക്ക് കിട്ടും. ഇതാണ്ട് ഈ റെഡ് ഫ്രോക്ക് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ സൈസ് കിട്ടിയില്ല. സോ ഐ എം സോ സാഡായിപ്പോയി എനിക്കത് കിട്ടാഞ്ഞുകൊണ്ട്. ബട്ട് അതർവൈസ് നല്ല ക്ലോത്ത്സ്, നല്ല സെലക്ഷൻസ് ആയിരുന്നു. മോന് കുറേ ഡ്രസ്സ് കിട്ടി. കൊച്ചു പെൺകുട്ടികൾക്കുള്ള നല്ല നല്ല മെറ്റീരിയൽസ് ആണ്. ഹലോ സുന്ദരി. ചബ്ബി ചിക്സ്, ഡിംപിൾ ചിൻ, റോഷി ലിപ്സ്, ടീത്ത് വിത്തിൻ. है वाह, परफेक्ट, बहुत अच्छा दिख रहा है जी. दोनों भी, ब्लू भी अच्छा है, ये भी अच्छा है, दोनों अच्छा है. दोनों ले लो जी. You just bought the same one from the kids also. It's there. I bought also the same. इसमें ये स्पेशलिटी क्या है? इसमें जो ऐसा थोड़ा ट्रायंगल शेप दिख रहा है ना, ये बहुत अच्छा दिख रहा है. Same like this, daddy. 70 dirham ना? Like Yeah, okay. like with daddy flows. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റാഫിനോടെല്ലാം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ്. ഇവിടെ കുറേ ധോത്തിയൊക്കെ ഉണ്ട് കേട്ടോ. 30 ദിറംസിന് ഭയങ്കര നല്ല ഡിസൈൻസൊക്കെ ഉള്ള ധോത്തീസാണ്.
സോ ഞങ്ങളിപ്പോൾ എന്തായാലും ധോത്തിയൊന്നും മേടിച്ചില്ല, ഓണം ടൈം ആകുമ്പോഴേ മേടിക്കുന്നുള്ളൂ എന്ന് ചേട്ടായി പറഞ്ഞു. ബിക്കോസ് ഹീ സെയിങ് ദാറ്റ് ഇപ്പം ഞാൻ 1 ഡസൻ ടീഷർട്ട്സ് എടുത്തില്ലേ, ഷർട്ട് എടുത്തില്ലേ, അത് മതി. അങ്ങനെ ഞാനിവിടെ ഷർട്ടെല്ലാം എടുത്ത് പാക്ക് ചെയ്യാൻ പോകുകയാണ്. നോക്കിയ സ്റ്റാഫിൻ്റെ ഒരു ഫേസ്, ദേ ആർ സോ ഹാപ്പി. വി ആർ ഓൾസോ ഹാപ്പി. കാരണം നമുക്ക് നല്ല വിലയ്ക്ക് കുറേ ഡ്രസ്സ് കിട്ടിയില്ലേ. സോ വി ആർ വെരി ഹാപ്പി. മെറ്റീരിയലാണ് ഏറ്റവും നല്ലത് 1 മാൻ്റെ. സോ പ്ലീസ് കം ആൻഡ് ട്രൈ 3 പീസ് 30. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ എടുത്തിട്ട് ഇനി ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകുവാണ്. One more. ഇവിടെ വേണ്ട ഈ കുട്ടി എനിക്ക് കുറേ കുർത്തി എടുത്ത് കാണിക്കുകയാണ്. നോർമലി ഞാൻ അങ്ങനെ അത്രയും മെറ്റീരിയൽസ് മേടിക്കാറില്ല. ഐ ട്രൈ ടു സ്റ്റിച്ച് മൈ ഡ്രസ്സ്. എനിക്ക് തന്നെ ഇങ്ങനെ സെൽഫ് ഡിസൈനൊക്കെ ചെയ്തിടുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ ഈ ആദ്യ സെയിലിൻ്റെ സമയത്ത് വരുമ്പോഴത്തേക്കിന് പിന്നെ ഒരു രക്ഷയില്ല. ഇവർ നമ്മളെ കൊണ്ട് എന്താ കൺവിൻസ് ചെയ്യിപ്പിക്കും. ബട്ട് വി വിൽ ഗെറ്റ് കൺവിൻസ്. ഞാൻ കൺവിൻസ്ഡ് ആവുന്നത് മെറ്റീരിയലിൻ്റെ ആ ഒരു ക്വാളിറ്റി, ദ സോഫ്റ്റ്നെസ്. എനിക്ക് ഈ ഒരു യെല്ലോ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമായി. നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ വർക്കും ഓൾസോ ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകുകയും ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇട്ട്. സോ ഐ എം വെരി ഹാപ്പി. അവർ തന്നെ നമുക്ക് ഓൾട്രേഷനൊക്കെ ചെയ്ത് തന്നായിരുന്നു നെക്സ്റ്റ് ഡേ. പ്രൈസ് ഈസ് ഓൾസോ വെരി ലെസ്. 45 dirham, 60 dirham, 70 dirham. എന്നൊക്കെ നല്ലതാണ്, സോഫ്റ്റാണ് മെറ്റീരിയൽസ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ദ ലേഡീസ് ഹു കംസ് ടു കല്യാൺസ് ദേ നോ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദിസ് കുർത്തീസ്. നല്ല മെറ്റീരിയലാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ മോക്ക് ഞാൻ ഒരു 2 ഫ്രോക്ക് എടുത്തു. 45 dirhamത്തിനുള്ള ഫ്രോക്കാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ മഖ്മലി എന്ന് പറയാം, മൽമലി ഡ്രസ്സ് എന്നൊക്കെ പറയത്തില്ലേ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് കുറച്ച് പോസിറ്റീവ് എനർജി ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് നേരെ വീട്ടിലോട്ട്. ഹോട്ടലിലൊന്നും ഞങ്ങൾ പോകത്തില്ല, ബിക്കോസ് ഐ കുക്ക്ഡ് ഫുഡ് ആൻഡ് നമ്മളങ്ങനെ അത്രയും വെളിയിലൊന്നും പോയി ഫുഡ് കഴിക്കാറില്ല. സോ ഇത് വേണ്ടെന്ന് നോക്കിയാൽ ഒരു പാർലമെൻറ്റ് ഹൗസ് പോലില്ലേ നമ്മുടെ നാട്ടിലെ, വെറുതെ ഇത് പാർലമെൻറ്റ് ഹൗസ് ഒന്നുമല്ല. ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ഓഫീസ് ഷാർജയുടെ. എവറിത്തിങ് ഓൾ ദ വർക്ക്സ് ക്യാൻ ബി ഡൺ അണ്ടർ വൺ റൂഫ്. അത്രയും ഓഫീസുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു ഈവനിങ് സമയമാണ്. ആൾക്കാരിപ്പം നല്ലൊരു സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ആൾക്കാർക്ക് നടക്കാനൊക്കെ ഒരു നല്ലൊരു ടൈമാണ് ഇപ്പം. चुप करो यार, गाना खत्म मत करो, सॉरी खराब मत करो. कितना अच्छा गाना है मालूम है, राज कपूर का. आपको क्या मालूम राज कपूर कौन है? अप्पू से अप्पू Hi. हाय. फुड ഇവിടെ ഫുഡ് വി ഹാവ് ടു റീച്ച് ഹോം. സാന്റക്കുട്ടി ഓ अरे यार 90s 50s का गाना है वो, बहुत पुराना गाना है. വയലൻസ് അല്ലേ, ക്ഷമയില്ല. നല്ല ചീത്തയും പറഞ്ഞിട്ടാ പോകുന്നത് ആൾക്കാർക്ക്. ഡർലക്ക ആക്ച്വലി നാട്ടിലെ വണ്ടി ഓടിക്കാൻ പേടിയാ. നമ്മളെ കേസ് എന്താണെന്നറിയോ? ചിന്താ ജെറോം മാർക്സിസ്റ്റുകാരെ നടത്തിയ കേസ് എന്താണെന്നറിയോ? പ്രകോപനപരമായ മുദ്രാവാക്യം എന്ന് പറഞ്ഞില്ലേ, അത് എല്ലാ ചാനലുകളും ബീപ്പ് ബീപ്പ് അടിച്ചിട്ട് കേൾപ്പിക്കാതിരുന്നല്ലോ. ശീതളിന്റെ ചാനലിൽ അത് കേൾപ്പിച്ചു. എന്തായിരുന്നറിയോ സ്ലോഗൻ? അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ KSUക്കാര്. മീൻസ് ഔട്ട് ഓഫ് ദ വേ ആണ് നിങ്ങളുടെ അച്ഛനാരാ നിങ്ങൾക്ക് അറിയില്ല. അച്ഛനില്ലാത്ത നേരത്ത്, അതായത് അമ്മ ഔട്ട് ഓഫ് ദ വേ പോയിട്ടുണ്ടാക്കിയ മക്കളാണ്. DYFI പബ്ലിക് ജാഥ സ്ലോഗൻ. ഇതാ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എവിടെ മാർക്സിസം ഉണ്ടോ അവിടെ മുഴുവൻ കൾച്ചറലി ഒരു സൊസൈറ്റി ഉണ്ടാവില്ല. ജാഥ നയിച്ചതാരാ? ഡോക്ടറേറ്റ് എടുത്ത, വാഴക്കൊലയിൽ ഡോക്ടറേറ്റ് എടുത്ത ചിന്താ ജെറോം. ക്യൂബ മൂന്നര അവളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാ പറയാം, ക്യൂബ പ്രസിഡന്റ്. സോ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ എൻഡായി. ചേട്ടായുടെ മിമിക്രിയും ഷോപ്പിങ്ങും കുറച്ച് ഡിബേറ്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ. ടേക്ക് കെയർ, ബൈ.